നമ്മുടെ നൂറമോൾ എന്താ കാണിക്കുന്നതെന്നറിയോ? അനു കൊടുത്ത നമ്പർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പി ആറിൻ്റെ നമ്പർ ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നൂറ ഈ നമ്പർ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നത്? അപ്പം ആരാ പറഞ്ഞതാ സത്യം? ഓൾറെഡി ഇതെല്ലാം പുറത്ത് വന്ന് കഴിഞ്ഞു. എങ്കിലും നൂറയുടെ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ആരും കാണാതെ പോവരുത്. ആരെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ അവരിത് കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. എത്ര ശ്രമിച്ചിട്ടും ഈ ആൾക്കാരെ ഉണ്ടല്ലോ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവർ കാണിക്കുന്ന ഒരു പ്രവൃത്തി പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആദിലൊരു കള്ളം പറഞ്ഞു, അത് പറഞ്ഞിട്ട് ആദിൽ ഇറങ്ങിപ്പോയി. എല്ലാം കൂടെ ആ ഒരു പ്രഷർ സഹിച്ചിട്ട് നൂറ ഇവിടെ നിൽക്കുകയാണ്. നൂറയ്ക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. നൈസായിട്ട് നൂറ ചെന്ന് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്പറിൻ്റെ കാര്യത്തിൽ അനുമോൾക്ക് ഉറപ്പുണ്ടായിരുന്നു നൂറയുടെ കബോർഡിൽ ആ നമ്പർ ഉണ്ടാവും. അതുണ്ടാവും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. കാരണം ആദിൽ കൊടുത്ത നമ്പർ അനുമോളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 2 നമ്പറും കയ്യിലുണ്ട്. അപ്പോൾ അനുമോൾ അത് എടുക്കുന്നതിന് മുൻപേ പോയി നൂറ അതെടുത്ത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നൂറ ഈ കാണിച്ച പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്തോരം കള്ളത്തരമാണ് നൂറയും ആദിലും കൂടെ കാണിച്ചതെന്നും അതിൻ്റെ പേരിൽ എന്തോരം വിഷമിക്കേണ്ടി വന്നു അനുമോൾ എന്നൊരു സ്ത്രീക്ക്. എല്ലാം അറിഞ്ഞിട്ട് അക്ബർ എന്നൊരാൾ വലിച്ചു കീറാൻ വേണ്ടി എല്ലാവരുടെ മുൻപിലോട്ട് ഇട്ട് കൊടുത്തില്ലേ, തേജോവധം ചെയ്യിപ്പിച്ച്. എനിവേ, അവിടെ ഇരിക്കുന്ന ആരും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പ്രേക്ഷകർ ഇത് കണ്ണു തുറന്ന് കാണുക. അവർ 3 പേരും കൂടെ അവിടെ കാണിച്ചു കൂട്ടിയത്. അറ്റ്ലീസ്റ്റ് അക്ബറിനെങ്കിലും അത്തരം പ്രശ്നം നടന്നപ്പോൾ അക്ബറിനെങ്കിലും പറയാമായിരുന്നു ആദില പറഞ്ഞത് കള്ളമാണെന്ന്. ആദിലെ ഒരു കള്ളം പറഞ്ഞു, ആ കള്ളത്തിന് മേലെ അടുത്ത കള്ളം പറഞ്ഞു. അക്ബർ അത് മാക്സിമം അനുമോൾക്കെതിരെ ഉപയോഗിക്കുന്ന കാരണമായിട്ട് ഉപയോഗിച്ചു. എന്തായാലും അനുമോളുടെ കയ്യിൽ ആ ഒരു തെളിവുണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തെ വിശ്വസിക്കുന്ന ദൈവം തന്നെ അത് തെളിയിപ്പിച്ച് കൊടുത്തു അതിനിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ. ഈ ജനങ്ങളെങ്കിലും ഇത് കാണുന്നുണ്ടല്ലോ, അത് മാത്രം മതി. അപ്പം എല്ലാ സപ്പോർട്ടും അനുമോൾക്ക് കൊടുക്കുക. ഇത്രയുമൊക്കെ സഹിച്ച് ഈ 100 ദിവസം അവിടെ പിടിച്ച് നിൽക്കുന്ന ആൾ അനുമോൾ മാത്രമാണ്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജയിച്ച് പോയ ആളാണ് നൂറ. എങ്ങനെയൊക്കെയോ സേഫ് ഗെയിം കളിച്ച്. അപ്പം ഈ എവിക്ഷനിൽ അടുത്ത് വരുന്ന ഏറ്റവും വലിയ അടുത്ത എവിക്ഷനിൽ നൂറ തന്നെ ഔട്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും അനുമോൾ വിന്നർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.